UAEക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണികളെ ശക്തമായി ചെറുക്കുമെന്നും ആരുടെയും സംരക്ഷണത്തിനായി രാജ്യം കാത്തിരിക്കില്ലെന്നും രാജ്യത്തിന്റെ സംരക്ഷണം പരമപ്രാധാന്യത്തോടെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും UAE വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ ഇപ്പോൾ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുകയാണ്. അതിനു മുന്നോടിയായി വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽ മറാറാണ് ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ബറാക്ക ആണവ പ്ലാന്റുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതുവരെ ബറാക്ക ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണം ആര് നടത്തി എന്നുള്ള ഒരു കാര്യം UAE വ്യക്തമാക്കിയിട്ടില്ല. പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള ആക്രമണമാണ് ഉണ്ടായത്. നിലയത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകളില്ല, റേഡിയേഷൻ ഭീഷണികൾ ഒന്നുമില്ല. എങ്കിൽ പോലും ഈ ആക്രമണത്തെ വളരെ ഗൗരവത്തോടെ തന്നെ കാണണം എന്നുള്ള നിലപാടാണ് UAE എടുത്തിരിക്കുന്നത്. ഇതിനിടെ UAEക്ക് നേരെയുണ്ടായ, പ്രത്യേകിച്ചും ആണവ നിലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അതിശക്തമായി അപലപിച്ച് മേഖലാ രാഷ്ട്രങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം 40-40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ പീസ് ഡീലുമായി ബന്ധപ്പെട്ട, സീസ് ഫയറുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിനിടയിലാണ് UAEക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫുജൈറയുമായി ബന്ധപ്പെട്ട ഒരു ആക്രമണ വാർത്ത നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ ബറാക്ക ആണവ നിലയത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അത്ര ലാഘവത്തോടെ കാര്യങ്ങളെ കാണേണ്ടതില്ല എന്ന തരത്തിലേക്കാണ് UAE എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UAE വളരെ ഗൗരവത്തോടുകൂടി, ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെ കാണുന്നത്. സമാധാനമാണ് മേഖലയ്ക്ക് ആവശ്യം എന്നുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് UAEയുടെ ഔദ്യോഗിക വിശദീകരണമാണ് നമ്മളും ആശ്രയിക്കുന്നത്. അപ്പൊ UAE ആര് ആക്രമണം നടത്തി എന്നുള്ള ഒരു കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ വിശദീകരണമാണ് അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് മുമ്പിലേക്ക് രാജ്യം വെക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ഈ സ്ഥിതിവിശേഷങ്ങളെ UAE നേരിടുന്നു, സമീപിക്കുന്നു എന്നാണ് UAEയുടെ വിദേശകാര്യ സഹമന്ത്രി ന്യൂഡൽഹിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഇറാനുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നെ അമേരിക്കയുടെ ആക്രമണങ്ങൾ വീണ്ടും പുനരാരംഭിച്ചേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ചൈന സന്ദർശനത്തിന് ശേഷം അധികം വൈകാതെ ഇറാന് നേരെ നിർത്തിവെച്ച സൈനിക നടപടി ശക്തമായി പുനരാരംഭിക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും അത്തരത്തിൽ സന്ദേശം നൽകുന്നവയാണ്. ഒരു പീസ് ഡീലിലേക്ക് കൃത്യമായി എത്തിയില്ലെങ്കിൽ ഒന്നും ബാക്കി വെക്കില്ല ഇറാനിൽ എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ്ടും സംഘർഷ ഭീഷണി ശക്തമാകുന്നതോടെ ഓഹരി വിപണികൾ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എണ്ണവില കുത്തനെ ഉയരുന്ന കാഴ്ചകൾ കാണുന്നു. മിക്ക ലോകരാജ്യങ്ങളുടെ കറൻസികൾക്ക്, ഇന്ത്യൻ രൂപയ്ക്കൊക്കെ വലിയ താഴ്ചയാണ് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പം ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിക്കുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് വീണ്ടും അടുത്ത് തന്നെ ആക്രമണം പുനരാരംഭിക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ നൽകുന്നത്. എങ്ങനെയാണ് മേഖലാ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഏവരും ആശങ്കയോടെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ CBSE 9-10 ക്ലാസ്സുകളിൽ 3 ഭാഷാ പഠനം നിർബന്ധമാണ് എന്ന തരത്തിലുള്ള ഒരു മാറ്റം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂലൈ 1 മുതൽ 3 ഭാഷകൾ കൂടി 9-10 ക്ലാസ്സുകളിൽ പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട സ്കൂളുകളെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ CBSEയുടെ സ്കൂളുകളെ ആശങ്കാഭരിതമാക്കുന്നുണ്ട്. അപ്പോൾ 3 ഭാഷകൾ, അതായത് ഇന്ത്യൻ ഭാഷകൾ അടക്കം പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. R1, R2, R3 എന്നുള്ള രീതിയിൽ. ഇപ്പൊ UAEയിൽ ഓൾറെഡി കുട്ടികൾ അറബിക്ക് പോലെയുള്ള ഭാഷകൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റം സാധ്യമാകുമോ എന്നാണ് ഇപ്പൊ ഏവരും ചോദിക്കുന്നത്. R1 എന്നുള്ളത് ഇംഗ്ലീഷ് ആകാം, R2 എന്നുള്ളത് ഹിന്ദി ആകാം, R3 എന്നുള്ളത് അറബിക് ഭാഷ മതിയാകുമോ എന്ന ഒരു കൺസേൺ ഒക്കെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ UAEയിലെ CBSE സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അധ്യാപകർ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു കൺസിഡറേഷൻ വിദേശ രാജ്യങ്ങളിലുള്ള CBSE സ്കൂളുകൾക്കുണ്ടെന്നുള്ളതാണ്. R3 കാറ്റഗറിയിൽ അറബിക്ക് അവർക്ക് പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ബോർഡ് പരീക്ഷയൊന്നുമില്ല R3 എന്ന് പറയുന്ന ലാംഗ്വേജിന്. അപ്പൊ ഇന്റേണൽ അസസ്മെന്റ് മാത്രമാണ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് ഈ ഒരു CBSEയുടെ മാറ്റം UAEയിൽ അടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടപ്പാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.